അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്ന കുറച്ച് ടിപ്സ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിന്ന് പാറ്റിയെയും പല്ലിയെയും ഓടിക്കാനുള്ള നല്ലൊരു ടിപ്സും ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഒരുപാടൊന്നും ഇല്ലെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ലെങ്കിലും ഇത് പെരുകിക്കഴിഞ്ഞാൽ നല്ല ഉപദ്രവമുള്ള സാധനങ്ങളുമാണല്ലേ. ആദ്യം തന്നെ പറയാം, ഇതൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുട്ടികളൊക്കെ എടുത്ത് കുടിക്കാത്ത സ്ഥലങ്ങളിലായിരിക്കണം ഇത് നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടത്. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഇവിടെ അല്പം കറുവപ്പട്ടയും ഗ്രാമ്പൂവും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് ചെറുതായിട്ട് ചൂടാക്കി എടുക്കണം. ചൂടാക്കി എടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ സ്മെല്ല് കുറച്ചുകൂടി എടുത്ത് നിൽക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് വറുത്തെടുക്കണം എന്നില്ല. അടുപ്പിൽ നമ്മളെന്തെങ്കിലും കുക്ക് ചെയ്യുന്ന സമയത്ത് അതിലെ മുകളിലൊരു അടപ്പ് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുത്താൽ മതി. ലൈറ്റ് ഒന്ന് ചൂടാവുക വേണ്ടു. അതിനുശേഷം നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ ഇട്ട് കൊടുത്ത് ഒന്ന് അല്പം പൊടിച്ചെടുക്കുക. അപ്പോൾ 2-3 ടിപ്സ് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. അപ്പോൾ ഞാനിനി ഇതൊന്ന് പൗഡർ രൂപത്തിലേക്ക് പൊടിച്ചെടുത്തിട്ട് വരാം. പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 5 ടീസ്പൂണോളം വിനാഗിരി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ കുട്ടികളൊന്നും എടുക്കാത്തൊരു സ്ഥലത്തായിരിക്കണം നമ്മളിത് സൂക്ഷിക്കേണ്ടത് കേട്ടോ. അപ്പോൾ കുട്ടികളൊന്നും എടുത്ത് കുടിക്കാതെ ശ്രദ്ധിക്കാം കേട്ടോ. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്കിത് ഇതുപോലെ സ്പ്രേ ബോട്ടിലാക്കിയിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. പല്ലിയും പാറ്റിയൊക്കെ വരാൻ സാധ്യതയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ. പല്ലിയുടെയും പാറ്റിയുടെ ശല്യം കുറയുന്നതാണ് കേട്ടോ. അടുത്തതായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്, ഇത് കണ്ടിട്ട് കറി വെക്കാനാണ് കരുതുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൊണ്ടിട്ട് ചെറിയൊരു ടിപ്പ് കൂടി ഉണ്ട്. അപ്പോൾ ഇത് അതിനാവശ്യമായിട്ട് 2-3 അല്ലി വെളുത്തുള്ളി ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ 6 അല്ലി വെളുത്തുള്ളി ഉണ്ട്, 2 പച്ചമുളക്, ചെറിയൊരു കഷ്ണം സവാളയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിൽ നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് തൊലി കളയാനൊന്നുമില്ല, തൊലിയോടുകൂടി നിങ്ങൾക്ക് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതാ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്കിനി പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലെ ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും തൊലിയാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇനി നന്നായിട്ടൊരു അല്പം വെള്ളത്തിൽ ഇട്ടതിന് ശേഷം നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് ഞാൻ ഇതിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ ഇതിട്ട് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ട് തിളച്ച് അത് 1/2 ഗ്ലാസ് വെള്ളമായിട്ട് മാറണം കേട്ടോ. അതുവരെ നന്നായിട്ട് തിളക്കണം. അപ്പം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള പേസ്റ്റ് ഇട്ട് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞ് ഗ്രാമ്പ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ജ്യൂസ് എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഒരു ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇതുപോലൊരു ബോട്ടിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പല്ലിയും പാറ്റയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഗ്രാമ്പും കൂടി ഇട്ട് കൊടുത്തത് കൊണ്ട് തന്നെ അതിൻ്റെ സ്മെല്ല് നന്നായിട്ടുണ്ടാകും. അതിനായിട്ട് ഞാനിതാ ഇവിടെ ടൈഗർ ബാം എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നിന്ന് ഞാനിവിടെ 1/2 ടീസ്പൂണോളം ടൈഗർ ബാം എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ടൈഗർ ബാം എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് അല്പം ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറുനാരങ്ങയാണ്. അപ്പോൾ ഞാനിത് ഒരു ചെറുനാരങ്ങ മൊത്തം ഇതിലേക്ക് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്.
അതിനുശേഷം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ടിപ്സാണ് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇതിലേക്ക് ഞാൻ അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ഈ ബാം നന്നായിട്ട് മെൽട്ടാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം ഞാനിത് അല്പം ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അല്പം മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പല്ലി, പാറ്റ ഇതിനൊക്കെ ഓടിക്കാൻ പറ്റിയ നല്ല അടിപൊളി ടിപ്പാണ് കേട്ടോ. അപ്പോൾ പല്ലി, പാറ്റ ഒരുപാട് കൂടുതലല്ലെങ്കിൽ നമുക്കൊരു ഉപദ്രവവും ഉണ്ടാവില്ല. പക്ഷേ ഒരുപാട് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഉപദ്രവം തന്നെയാണ്. അപ്പോൾ കുട്ടികളൊക്കെ ഉള്ള വീടാണെങ്കിൽ അത് പറയേണ്ട. ഈ പല്ലിയുടെ കാഷ്ടമൊക്കെ വയറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ വയറുവേദന അതുപോലുള്ള അസുഖങ്ങളൊക്കെ വരാൻ സാധ്യത കൂടുതലാണല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയതിന് ശേഷം സ്പ്രേ ചെയ്യാവുന്നതാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ കാലിയായൊരു സിറിഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറിഞ്ച് വഴി ഇതുപോലൊരു സിറിഞ്ച് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറിഞ്ചിലെടുത്തതിന് ശേഷം അങ്ങനെ സ്പ്രേ ചെയ്യാം കേട്ടോ. അപ്പോൾ പല്ലിയും പാറ്റയും തുരത്താൻ പറ്റിയൊരു അടിപൊളി ടിപ്പാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതുതായിട്ടായിരിക്കും നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നത് വരെ ബൈ.